എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ പുതിയ CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എല്ലാവരും വന്ന് കണ്ടു. നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്തവണത്തെ പരീക്ഷ 3 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. സോ ഈ 3 ഘട്ടങ്ങളുടെയും സിലബസ് സെയിം ആണ്. ആദ്യമായിട്ട് നടക്കാൻ പോകുന്നത് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയാണ്. സ്വാഭാവികമായിട്ടും അവിടെ നിങ്ങൾക്ക് 100 മാർക്കിന്റെ പരീക്ഷ, പഴയതുപോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ 3 ഘട്ടങ്ങളിലായിട്ട് നടത്തുന്നു എന്ന് മാത്രമേ അവിടെ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ പരീക്ഷയാണ് നമ്മൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നത്. അവിടെ മാത്സിനകത്ത് നിങ്ങൾക്ക് 10 ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. ഇംഗ്ലീഷിനകത്ത് 10 ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. GK 10 ചോദ്യങ്ങൾ കാണുവാൻ സാധിക്കും. ബാക്കിയുള്ള 70 ചോദ്യങ്ങൾ നിങ്ങളുടെ കോർ ടോപ്പിക്കുകളാണ്. അങ്ങനെ 70, 30, 100 മാർക്കിന്റെ മറ്റൊരു പരീക്ഷ കൂടിയാണ് നിങ്ങൾ എഴുതുവാൻ പോകുന്നത്. മക്കളെ, നമ്മൾ അങ്ങനെ ആ ഒരു പരീക്ഷാ ഹാളിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പേ പഴയതുപോലെ തന്നെ ഓരോ വിഷയങ്ങളും ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത്തരത്തിലെ എൻ്റെ മുമ്പിലേക്ക് വന്ന വളരെ പ്രധാനപ്പെട്ട കുറേ അധികം മെസ്സേജുകൾക്കുള്ള റിപ്ലൈ ആണ് ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും എന്നോട് ചോദിച്ചത്, ഞങ്ങൾക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. ആ ദിവസങ്ങളിലെ ഈ പറയുന്ന മാത്സിനകത്തെ 10 ചോദ്യങ്ങൾ ഏത് നിലവാരത്തിൽ ചോദിക്കും? സൂപ്പർ ഗ്രേഡ് ബാങ്കിന്റെ പരീക്ഷയാണ്. ഏത് നിലവാരത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട സംശയം. അതിനുള്ള മറുപടി, അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ഈ നമ്മളിപ്പോൾ എഴുതി മാറിയ പരീക്ഷകളുടെ എല്ലാം പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്സിന്റെ ചോദ്യങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ നിലവാരത്തിലേക്ക് പോയിട്ടില്ല. എല്ലാ ചാപ്റ്ററുകളുടെയും ഒരു ശരാശരി വലിയ ബുദ്ധിമുട്ടില്ലാതെ പരീക്ഷകളാണ് നമ്മുടെ മുമ്പിൽ നിന്നും അവസാനിച്ചു മാറിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഈ ഒരു മാറ്റത്തോടുകൂടി നടക്കാൻ പോകുന്ന ഈ ഒരു പരീക്ഷയിൽ ആദ്യമായിട്ട് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ പരീക്ഷകളാണ് നടക്കുന്നത് കൊണ്ട് ക്വസ്റ്റ്യൻ ഒരല്പം കൂടി നിലവാരത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം എക്സാം ഹാളിലേക്ക് പോകുവാൻ. സിലബസിൽ മാറ്റമില്ല, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരത്തിൽ ഒരല്പം കൂടി നിങ്ങൾ ജാഗ്രത കാണിച്ചുകൊണ്ട് വേണം പഠനത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകുവാൻ. അപ്പോൾ മാത്സിനകത്തെ ആ 10 ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉള്ളതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ്. അതായത് 10, 10, 10, 10, 10, 10. പിന്നെ കോപ്പറേറ്റീവ് ലോയും അതുമായിട്ട് നിങ്ങളുടെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ 70 ചോദ്യങ്ങളും 70 മാർക്കുമാണ്. ചോദ്യങ്ങൾക്കൊന്നും നെഗറ്റീവ് മാർക്ക് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ 100 ചോദ്യങ്ങളും എഴുതും. അപ്പൊ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ റാങ്ക് ലിസ്റ്റിനകത്ത് ഇടം പിടിക്കുവാൻ സാധിക്കത്തുള്ളൂ. നല്ല മാർക്ക് വാങ്ങിക്കണം. ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തോടു കൂടി വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാൻ. അവിടെ അപ്ഡേറ്റുകൾ ഇല്ലാത്ത വളരെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് മാത്സ്, ഇംഗ്ലീഷ്, GK. 30 മാർക്കിനകത്ത് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയിലെ അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്കത് പോസിറ്റീവായിട്ട് വലിയ ഗുണം ചെയ്യുമെന്നുള്ള വസ്തുത കൂടി നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. മാത്സിനകത്ത് നിങ്ങൾക്ക് 9 ചോദ്യങ്ങൾ പ്യുവർ മാത്സ് ആയിട്ട് കാണാൻ സാധിക്കും. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, അതേപോലെ പെർസെന്റേജ് അല്ലെങ്കിൽ ശതമാനം, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്. ഇങ്ങനെ 9 ടോപ്പിക്കുകളാണ് മാത്സിനകത്തുള്ളത്. അതേപോലെ മെന്റൽ എബിലിറ്റി പോർഷനും കൂടെ ഉണ്ട്. അങ്ങനെയാണ് 10 മാർക്ക് വരുന്നത്. മെന്റൽ എബിലിറ്റി പോർഷനകത്ത് മൊത്തത്തില് 13 സബ് ചാപ്റ്ററുകളാണ് കിടക്കുന്നത്. സീരീസിൽ തുടങ്ങി ബോട്ട് മാസ് ഉണ്ട്, പൊസിഷൻ ഡിറ്റർമിനേഷൻ ഉണ്ട്, ഓഡ് മാൻ ഔട്ട് ഉണ്ട്, നമ്പർ റിവ്യൂ ഇഷ്യൂസ് ഉണ്ട്, കോഡിങ് ഡീകോഡിങ് ഉണ്ട്, ഫാമിലി റിലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, കലണ്ടർ ഉണ്ട്, ക്ലറിക്കൽ എബിലിറ്റി ഉണ്ട്. ഇങ്ങനെ 13ഉം 9ഉം 22 ടോപ്പിക്കുകളാണ് നമുക്ക് മാത്സിനകത്ത് നിങ്ങൾക്ക് പഠിക്കുവാനുള്ളത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ഇതിനകത്ത് തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്ത് ഒരു ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും, അത് ഷുവറാണ്. പെർസെൻറ്റേജ് ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും.
ടൈം ആൻഡ് വർക്ക് അല്ലെങ്കിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിനകത്ത് നിന്ന് ഒരു ചോദ്യം വരാം, സിമ്പിൾ കോമ്പൗണ്ടിനകത്ത് നിന്ന് ഒരു ചോദ്യം വരാം. അങ്ങനെ ചുരുക്കി പറഞ്ഞാല് ഈ 9 സബ് ചാപ്റ്ററുകൾ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും 5 ചോദ്യങ്ങളും ഈ 13 സബ് ചാപ്റ്ററുകൾ പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് 5 ചോദ്യങ്ങൾ ഉൾപ്പെടെ ഈ 13, 9 22 ടോപ്പിക്കിൽ നിന്നുള്ള 10 ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഓരോ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ ഒരു പരന്ന പഠനത്തിലേക്ക് പോകാതെ ഓരോ ടോപ്പിക്കിന്റെയും ആദ്യത്തെ 4 ടൈപ്പ് അല്ലെങ്കിൽ 5 ടൈപ്പ് ചോദ്യങ്ങൾ മാത്രം ചെയ്ത് വൃത്തിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. സോ നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം അവിടെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. മാത്സിനകത്ത് ഏതൊക്കെ ടോപ്പിക്കുകളാണുള്ളത്, സോ ആ ഓരോ ടോപ്പിക്കിന്റെയും ആദ്യത്തെ 4 ടൈപ്പ് അല്ലെങ്കിൽ 5 ടൈപ്പ് ചോദ്യങ്ങൾ മാത്രം വൃത്തിയായിട്ട് ചെയ്തു പഠിച്ചുകൊണ്ടുള്ള അറിവ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ അവസാന മൊമെന്റിൽ നിങ്ങൾ ചെയ്യേണ്ടത്. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആ പുതിയ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റിവിഷൻ ലെവൽ, ഒരു ക്രാഷ് ലെവൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ആ ഓരോ ടോപ്പിക്കിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 ടൈപ്പ് അല്ലെങ്കിൽ 6 ടൈപ്പ് ചോദ്യങ്ങൾ മാത്രം നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ പരമാവധി ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പുതിയ നമ്മുടെ 30 ദിവസത്തെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ദിവസങ്ങളും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ആ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡഡ് വെർഷൻ നിങ്ങൾക്ക് ആപ്പിനകത്തും ഉണ്ടാവും, അല്ലാതെ നിങ്ങൾക്ക് ലിങ്കായിട്ടും അയച്ചു തരും. അതേപോലെ തന്നെ വീക്കെൻഡ്സിലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളെ ഒരു മെന്റർ നിങ്ങളെ മോണിറ്റർ ചെയ്തുകൊണ്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഏതൊക്കെ പരീക്ഷകൾ എഴുതേണ്ടെന്നുള്ള കാര്യം ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടും. സോ ആ മെന്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഈ പരീക്ഷയ്ക്ക് നിങ്ങളുടെ പ്രിപ്പറേഷന് വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു മുൻതൂക്കം നിങ്ങൾക്ക് കിട്ടും. സോ അത്തരത്തില് ഒരു വലിയ ഒരു റിസൾട്ട് ഓറിയന്റഡ്, റിസൾട്ട് ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും പുതിയ ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അഡ്മിഷൻ എടുത്തുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ ഈ ഒക്ടോബർ 12-ാം തീയതി നടക്കുന്ന നമ്മുടെ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്കുള്ള പ്രിപ്പറേഷന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഒക്ടോബർ 12-ാം തീയതി നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകുന്നു. ഒരുപാട് സന്തോഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടെ പരീക്ഷാ ഹാളിലേക്ക് പോകുവാനും അതിലുപരി സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഇറങ്ങി വരുവാനും സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ഉണ്ടാകും. സോ നിങ്ങൾക്ക് ഇത് പരമാവധി ഈ ഒരു അവസാന മൊമെന്റിലെ കൃത്യമായിട്ട് ഈ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന രീതിയിലുള്ള കട്ട് ഓഫ് ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ആദ്യ ഭാഗത്തേക്ക് നിങ്ങളുടെ പേരുകൾ എത്തിക്കുവാനും സാധിക്കും. സോ എല്ലാവരും ഈ അവസാന സാധ്യത നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളെ കൃത്യമായിട്ടൊരു മെന്റർ സ്ഥിരമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് വേർഷന്റെ നോട്ട്സും എല്ലാം കിട്ടും. സോ വളരെ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. അപ്പൊ നമ്മൾ യൂസ്ഫുൾ സെഷനുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നതാണ്. സോ നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തണം. അതനുസരിച്ച് തീർച്ചയായിട്ടും അടുത്തടുത്ത വീഡിയോസ് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളെ ഒരിക്കൽ കൂടി കണ്ടതിൽ വലിയ സന്തോഷം. 2026 എന്ന് പറയുന്ന വർഷം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു CSEB ക്ലർക്ക് ക്യാഷ്യർ ഉദ്യോഗം നേടിയെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.